നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുനില വീടുകളിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് മുകളിലെ നിലയിലെ മുറികളിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. മറ്റുള്ളവർ കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഗസ്റ്റോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരാൾ വരുന്ന സമയത്ത് നമ്മുടെ താഴെയുള്ള മുറികളിലായിരിക്കും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഹാളിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ മുകളിലത്തെ മുറി ആരും കാണില്ലല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടി എല്ലാ സാധനങ്ങളും മുകളിലത്തെ മുറികളിൽ കൂട്ടിയിടും. ഒരുപാട് വീടുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ തലയുടെ മുകളില് അനാവശ്യ കാര്യങ്ങൾ കൂട്ടിയിട്ടാൽ ഐശ്വര്യം നഷ്ടമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മനസമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ലല്ലോ, അല്ലെ? പണം മാത്രമാണ് മനസമാധാനത്തിനും ഐശ്വര്യത്തിനും ആധാരം എന്ന് ഒരിക്കലും പറയാനാവില്ല. പണമുണ്ടായിട്ടും മനസമാധാനമില്ലാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെല്ലാം ചെയ്തിട്ടും കടം മാറുന്നില്ല എന്നതാവാം മറ്റു ചിലരുടെ പ്രശ്നം. കുടുംബത്തിലെ അനാവശ്യ വഴക്കുകളും പ്രശ്നങ്ങളും കാരണം മാനസിക സമ്മർദ്ദം നേരിടുന്നവരും നമുക്കിടയിലുണ്ട്. ഏതൊരു പ്രശ്നങ്ങളുടെയും തുടക്കവും ഒടുക്കവും നമ്മളിൽ നിന്നു തന്നെയാണെന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും നമ്മളിൽ തന്നെ ഉണ്ടാകും. എന്നാൽ പലരും അവ കണ്ടെത്താൻ ശ്രമിക്കാതെ പ്രശ്നങ്ങളെ പഴിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വളരെ നിസ്സാരമെന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന ചില കാര്യങ്ങളിൽ ശ്രദ്ധ നൽകിയാല് വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും സമാധാനവും വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച്, അതായത് നമ്മുടെ വീട്ടിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നിലനിർത്താനായിട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം അത് തന്നെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ഈശ്വരാരാധനയോടെ ദിവസം ആരംഭിച്ചവരായിരുന്നു നമ്മുടെ മുൻ തലമുറക്കാർ. എന്നാൽ ഇന്ന് ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വന്നതിനാൽ ഭൂരിപക്ഷം ആളുകളും ഈ കാര്യത്തിൽ വളരെ പിന്നിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വൈകി ഉറങ്ങി വൈകി ഉണരുന്നവരാണ് ഒട്ടുമിക്കവരും. എന്നാൽ ഈ ശീലം മാറ്റാൻ ശ്രമിക്കുന്നത് വളരെയധികം ഗുണപ്രദമാകും. നമ്മളെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉണരുന്ന സമയം തന്നെയാണ്. ഉറക്കം എഴുന്നേൽക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയമാണ്. എന്നാൽ എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവര് സൂര്യോദയത്തിന് മുന്നേ ആയിട്ടെങ്കിലും എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അതിനും സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാറുണ്ട്, 7:30 വെളുപ്പിന് ഉണർന്നില്ലെങ്കിലും ഒരു 7 മണി 7:30-ക്കുള്ളിൽ ഉറക്കമുണരാൻ ശീലിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ഉത്തമം എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഉത്തമമായിട്ടുള്ള സമയം സൂര്യോദയത്തിന് മുന്നേയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കാത്തവര് ഈ ഒരു സമയത്തിലെങ്കിലും എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. സൂര്യോദയത്തിന് മുൻപേ ഈശ്വര സ്മരണയോടെ കുടുംബാംഗങ്ങളെല്ലാം ഉണരുന്ന വീട്ടില് അത്രയും ഐശ്വര്യമായിരിക്കും. നിത്യവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഞാൻ നിലവിളക്ക് തെളിയിക്കുന്നതിനെ പറ്റി പറഞ്ഞു. രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ്. കുടുംബസമേതം നടത്തുന്ന നാമജപത്തിന് ഫലസിദ്ധി ഏറെയാണ്. വെള്ളിയാഴ്ച, അമാവാസി, പൗർണമി ദിവസങ്ങളില് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം അന്യ വീടുകളിൽ കയറാതെ സ്വന്തം ഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് ശാസ്ത്രം. ദർശന ശേഷമുള്ള ഐശ്വര്യം സ്വന്തം ഗ്രഹത്തിൽ എത്തുന്നതിനും അത് നിലനിൽക്കുന്നതിനുമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത കാര്യം, മാതാപിതാക്കള് കുട്ടികളുടെ മുന്നിൽ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ശുദ്ധജലവും ഭക്ഷണവും പാഴാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഈ കാര്യം വീട്ടിലെ കുട്ടികളെ ശീലിപ്പിക്കുകയും മുതിർന്നവർ മാതൃകയാവുകയും ചെയ്യുക. ഇനി അടുത്തതായിട്ട് സൂചിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നെങ്കിലും ഏതൊരാളുടെയും വീട്ടിൽ സംഭവിക്കുന്നവയായിരിക്കും. ഒട്ടും പ്രാധാന്യം നൽകാതെ നിസാരമായിട്ട് കാണുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലെ
സമ്പത്തിനെയും സമാധാനത്തിനെയും ഐശ്വര്യത്തെയും ഇല്ലാതാക്കുന്ന പ്രധാന ഘടകങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാഴ്ച കുറവ് കൊണ്ടും വെറുതെ ഭംഗിക്ക് വേണ്ടിയും കണ്ണട ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇന്ന് ഒരു വീട്ടില് ഒരാളെങ്കിലും കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തികളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. മാറ്റാനായിട്ടും വില കൊടുത്തു വാങ്ങിയതല്ലേ എന്ന് കരുതി മാറ്റാതെ വെക്കുന്ന കണ്ണട നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത് ചോരുന്നതിന് കാരണക്കാരനാകും എന്നുള്ളതാണ്. ഈ കാര്യം പലർക്കും അറിയില്ല. പൊട്ടിയതായാലും ഉപയോഗശൂന്യമായാലും ഒക്കെ കണ്ണടകൾ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് നൽകുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്. അതുമൂലം നിങ്ങളുടെ വീട്ടില് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുണ്ടാവാൻ കാരണമാകും എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ടോർച്ച് ഉപയോഗിക്കുന്നവരായിരിക്കും മിക്ക ആളുകളും. ബാറ്ററി തീരാറായി മങ്ങിയ വെളിച്ചമായിട്ടും അതേ ടോർച്ച് വീണ്ടും ഉപയോഗിക്കുന്നത് ഐശ്വര്യക്കേടാണ്. ടോർച്ചിന്റെ വെളിച്ചം മങ്ങിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ സമാധാനവും സമ്പത്തും ഐശ്വര്യവും മങ്ങിയിരിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോർച്ചൊക്കെ ബാറ്ററി മാറ്റാനായി എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വെള്ളം ഇറ്റുവീണ് പാഴാകുന്നത് സൗകര്യം പോലെ പിന്നീട് നന്നാക്കാമെന്ന് കരുതി മാറ്റിവെക്കരുത്. കൂടാതെ ഓടാത്ത ക്ലോക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുകയും വേണം. ഇവയെല്ലാം തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിൽ നിന്നും പണം ചോർന്നു പോകുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പണം നമ്മളിലേക്ക് എത്താതിരിക്കാൻ കാരണമാകുന്ന ചില തടസ്സങ്ങളായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോക്ക് കേടായ അലമാരയാണ്. ലോക്ക് കേടായ അലമാര വീണ്ടും ഉപയോഗിക്കാതെ എത്രയും പെട്ടെന്ന് ലോക്ക് മാറ്റി ഉപയോഗിക്കുക. കേടായ ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങള് അലമാരയില് അടുക്കിക്കൂട്ടി വെക്കുന്ന സ്വഭാവം ചിലർക്കെങ്കിലും ഉണ്ടാകും. അവ ഒരിക്കലും ഉപയോഗിക്കുന്നവ അല്ലെങ്കിൽ പോലും ഒഴിവാക്കാതെ അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായും അത് പുറത്തെടുത്ത് കളയുന്നതിനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് അർത്ഥം. ഇത്തരത്തിലെ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് ഐശ്വര്യക്കേട് നിങ്ങളുടെ അലമാരയിലൂടെ വീട്ടിലാകെ വ്യാപിക്കാൻ കാരണമാകും എന്നുള്ളത് ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഇരുനില വീടുകളില് പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്, വീടിന്റെ മുകൾ നിലയിലെ മുറികളില് ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. മറ്റുള്ളവര് കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ തലയുടെ മുകളില് അനാവശ്യ കാര്യങ്ങൾ കൂട്ടിയിട്ടാല് ഐശ്വര്യം നഷ്ടമാകുമെന്ന കാര്യത്തില് ഒരു സംശയവും വേണ്ട. അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീടിന്റെ മുകൾ ഭാഗം വൃത്തിയാക്കണം. മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ നമ്മൾ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചടിയായിരിക്കും. വീട് രണ്ട് ശൈലിയിൽ സൂക്ഷിക്കുന്നവരാണ് ചിലർ. പൂജാമുറിയിലുള്ള വൃത്തി വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകണമെന്നില്ല. എന്നാൽ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. കേടായ വസ്തുക്കൾ ഉപയോഗിക്കാതെ അവ നന്നാക്കി ഉപയോഗിക്കുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യുക. കത്താത്ത ബൾബുകൾ മാറ്റുക, അത് ഐശ്വര്യക്കേടാണ്. തേഞ്ഞു തീരാറായ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതും അത് വീടിന്റെ പൂമുഖത്ത് അഴിച്ചു വയ്ക്കുന്നതും നന്നല്ല. മുള്ളുള്ള ചെടികൾ വീടിനകത്ത് വയ്ക്കരുത്. എന്നാൽ റോസ് വയ്ക്കുന്നതിൽ തെറ്റില്ല. കട്ടിലിനടിയിൽ ചെരുപ്പോ മറ്റ് അനാവശ്യ വസ്തുക്കളോ സൂക്ഷിക്കാതിരിക്കുക. പ്രധാന വാതിലിന് കറുപ്പ് നിറം നൽകരുത്, അത് ഒട്ടും നല്ലതല്ല. ഉപയോഗശൂന്യമായതും മുഷിഞ്ഞതുമായിട്ടുള്ള വസ്തുക്കള് വീട്ടില് കൂട്ടിയിടാതെ യഥാസമയം നീക്കം ചെയ്യാൻ ശ്രമിക്കുക. ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത് കുടുംബ ഐക്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും പ്രധാനപ്പെട്ടതാണ്. ഈശ്വര വിശ്വാസം, സ്നേഹം, കൃത്യനിഷ്ഠ എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും ശീലിക്കുക. ഓരോ ഗ്രഹത്തിന്റെയും ഐശ്വര്യം ആ വീട്ടിൽ വസിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിത രീതിയെയും അനുസരിച്ചാണെന്നതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.